Hello everyone, welcome to Nafi the Educator. It's me and Nafi. Yes, അങ്ങനെ നിങ്ങളുടെ SSLC പാസ്സായി പ്ലസ് വണ്ണിലേക്ക് എത്താൻ പോകുന്ന കുട്ടികളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ല, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ തന്നെയാണ് കിട്ടിയത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടിയത്, ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ വന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് കാര്യങ്ങൾ പറയാനല്ല, ഒരുപാട് കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവരെ കാത്ത് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും വരാൻ പോകുന്നുണ്ട്. ആ സെക്കൻഡ് അലോട്ട്മെന്റ് എന്താണ്, തേർഡ് അലോട്ട്മെന്റ് എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. കാരണം സെക്കൻഡും തേർഡും അലോട്ട്മെന്റ് എന്നാണെന്ന് അറിയാത്ത ആളുകളുണ്ട്. ജൂൺ 10 നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരിക. ജൂൺ 10 അതായത് അടുത്ത ചൊവ്വാഴ്ച ജൂൺ 10 നിങ്ങൾക്ക് എന്ത് വരിക, സെക്കൻഡ് അലോട്ട്മെന്റ് വരിക. തേർഡ് അലോട്ട്മെന്റ് വരിക ജൂൺ 16 എന്നുള്ള കാര്യം കൂടി ആലോചിച്ചു. അതിനടുത്ത തിങ്കളാഴ്ച ജൂൺ 16 തേർഡ് അലോട്ട്മെന്റ് വരും. അപ്പോൾ ജൂൺ 10 സെക്കൻഡ് അലോട്ട്മെന്റും ഉണ്ട്, ജൂൺ 16 തേർഡ് അലോട്ട്മെന്റും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ചില ആളുകൾക്ക് ആഗ്രഹിച്ച സ്കൂളാണെന്നല്ല കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവരെന്ത് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് ജൂൺ 10 സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയേക്കാം. അതിന് നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ ജൂൺ 16 തേർഡ് അലോട്ട്മെന്റ് നോക്കുക, ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയേക്കാം. ഇനി ഈ 3 അലോട്ട്മെന്റിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ഉണ്ട്, നിങ്ങളെ കാത്തിട്ട് 1-2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നിങ്ങളെ കാത്തുണ്ടാകും. ചിലപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, സീറ്റ് കിട്ടിയേക്കാം. പിന്നെ ഈ തേർഡ് അലോട്ട്മെന്റിനൊക്കെ ശേഷം ജൂൺ 18 മുതൽ എങ്ങാനുമായിരിക്കും മിക്കവാറും നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 10 തേർഡ് അലോട്ട്മെന്റ് ജൂൺ 16 അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്ലസ് 1 അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. കേരളത്തിലെ മുഴുവൻ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള പ്ലസ് 1 കൊടുക്കാനുള്ള സീറ്റ് നിലവിൽ കേരളത്തിലുണ്ട്, നമുക്ക് അറിയാൻ പറ്റിയ വിവരം. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂൾ തന്നെ കിട്ടും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 10 തേർഡ് അലോട്ട്മെന്റ് ജൂൺ 16 പിന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുപോകണം അതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഉള്ള മറ്റൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പ്ലസ് 1 അലോട്ട്മെന്റ് കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റുകൾ, പ്ലസ് 1 അലോട്ട്മെന്റ് അടയ്ക്കേണ്ട ഫീസിൻ്റെ അതിൻ്റെയൊക്കെ ഷോർട്സും വീഡിയോസൊക്കെ നമ്മുടെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ചാനലുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ 10 തേർഡ് അലോട്ട്മെന്റ് ജൂൺ 16 അഡ്മിഷൻ കിട്ടാതെ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളെ കാത്ത് ഇനിയും അവസരമുണ്ട്. 3 അലോട്ട്മെന്റിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്ലസ് 1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇഷ്ടമില്ലാത്ത ആഗ്രഹമില്ലാത്തൊരു സ്കൂളാണ് കിട്ടിയതെങ്കിലും നിങ്ങൾ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കണം. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവാനുള്ള ചാൻസ് കൂടി ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.